ഇസ്രായേൽ സൈന്യം ഗാസയിൽ 8,000 ഹമാസ് ഭീകരരെ കൊല്ലപ്പെടുത്തിയെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരികയാണ്. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രഖ്യാപനം. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകളിൽ പ്രധാനം ഇസ്രായേലിന്റെ ഒരു വിജയ പ്രഖ്യാപനമാണ്. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലസ്തീന്റെ പ്രധാന നഗരങ്ങളായ ഗാസ സിറ്റി, ഷജയ്യ, ഖാൻ യൂനിസ് ഇവയുടെ സമ്പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തിയതായി ജൂത സൈന്യം പറയുകയാണ്. 8,000 ഹമാസ് ഭീകരരെ ഇതിനകം വധിച്ചുവെന്നും ഡിസംബറിൽ മാത്രം 2,000 പേരെ വധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഹമാസിന്റെ പ്രതികരണമാണ്. അത് അൽ ജസീറ ഇസ്ലാമിക മീഡിയ വഴിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ഗാസയിൽ നിന്നും ഇറങ്ങിപ്പോണം, സമാധാനം തരണം, വെടിനിർത്തണം. അങ്ങനെയെങ്കിൽ അവരുടെ ബന്ദികളെ തിരികെ നൽകാം എന്ന് ഹമാസ് പറയുന്നു. അല്ലെങ്കിൽ ഒക്ടോബർ 7 നടന്ന ആക്രമണം വീണ്ടും ആവർത്തിക്കുമെന്നും ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും ഹമാസിന്റെ വെല്ലുവിളി വന്നിരിക്കുകയാണ്. ഹമാസിനെതിരായ കരയാക്രമണത്തിനിടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ഷജയ്യ പട്ടണം പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ 36-ാം ഡിവിഷൻ ഷജയ്യയിൽ ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്തു. മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ഷജയ്യയും ഖാൻ യൂനിസും. ഈ രണ്ട് പട്ടണങ്ങളും ഇപ്പോൾ ഭാഗികമായിട്ട് തകർക്കുകയും അതുപോലെ തന്നെ ഹമാസിന്റെ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്ത് ഈ പട്ടണങ്ങൾ ഇപ്പോൾ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ശേഷിക്കുന്ന ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം തന്നെ ഉടൻ തന്നെ നശിപ്പിക്കുമെന്നും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായിട്ടും ഹമാസിന്റെ പ്രവർത്തകരെ കൊല്ലുകയും പതിയിരിക്കുന്നവരെ അവരെയും വധിക്കും എന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ഷജയിലെ പോരാട്ടത്തിനിടെ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്ത നിരവധി ഹമാസ് പ്രവർത്തകരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുകയാണ്. ഹമാസിന്റെ ആക്രമണത്തിൽ 2 മുതിർന്ന സൈനികർ ഷജയ്യയിൽ കൊല്ലപ്പെട്ടതായിട്ടും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നു. ഇത്തരം ആളുകൾ സൈനികർ കൊല്ലപ്പെട്ടത് വീടുകളിൽ റെയ്ഡുകൾ നടത്തുമ്പോഴാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിലല്ല സൈന്യത്തിൽ നിന്നുള്ള ആളുകൾ മരിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ കരയുദ്ധത്തിലെ ഇപ്പോഴത്തെ ആൾനാശം 135 ആയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഖാൻ യൂനിസിലും ഷജയ്യയിലുമാണ് കൂടുതൽ പേർ മരിച്ചത്. ഇവിടെ വീടുകളിലും കെട്ടിടങ്ങളിലും നടന്ന റെയ്ഡുകളിൽ അവിടെ ചാവേർ ബോംബുകളും അതുപോലെ തന്നെ കെണി ഒരുക്കി വെച്ചിട്ടുള്ള സ്ഫോടനങ്ങളുമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൊലയ്ക്ക് കാരണം, ആൾനാശത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഷജയ്യയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും എല്ലാവരോടും ഓടിപ്പോകുവാനും അല്ലെങ്കിൽ ടെന്റുകളിലേക്ക് മാറുവാനും കെട്ടിടങ്ങൾ നശിപ്പിക്കുവാനും ആണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ തീരുമാനം. റെയ്ഡുകൾ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. കാരണം ചാവേർ ബോംബുകളും കെണി വെച്ചിരിക്കുന്ന ബോംബ് സ്ഫോടനങ്ങളുമാണ് കെട്ടിടങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ സൈന്യത്തെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സൈന്യത്തിന്റെ ആൾനാശം കൂടുന്നു. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലുള്ളവരെല്ലാം പുറത്തു പോകണം. കെട്ടിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഖാൻ യൂനിസിലും ഷജയ്യയിലും സ്വീകരിക്കുന്നത്. വീടുകളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് ഡസൻ കണക്കിന് ടണലുകളുടെ വാൽവുകളും ഷാഫ്റ്റുകളും കണ്ടെത്തിയെന്നാണ്. അതെല്ലാം നശിപ്പിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ടണലുകളിൽ ആയുധ ശേഖരം നശിപ്പിക്കുവാൻ വ്യക്തമായിട്ടും പിടികൂടുവാൻ സാധിക്കാത്തതിനാൽ ടണൽ ഉൾപ്പെട്ട പ്രദേശം വലിയ ബോംബാക്രമണത്തിൽ തകർക്കുകയായിരുന്നു എന്നും സൈന്യം പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ഗോലാനി ബ്രിഗേഡ് സൈന്യം മുതിർന്ന ഹമാസ് പ്രവർത്തകരുടെ വീടുകളെല്ലാം തകർത്തു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും ഹമാസിന്റെ രഹസ്യ സാമഗ്രികളും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. 188-ാം ഇസ്രായേലി കവചിത ബ്രിഗേഡ് ഹമാസിന്റെ ഷജയിലെ ബറ്റാലിയൻ പിടിച്ചെടുത്തു. ഏറ്റവും വലിയ പരിശീലന ക്യാമ്പായിരുന്നു ഷജയിലെ ഹമാസിന്റെ. ഇത് തീവ്രവാദികളിൽ നിന്നും എടുത്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം പാരാട്രൂപ്പ് ബ്രിഗേഡ് സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നതായും 100 കണക്കിന് കെട്ടിടങ്ങൾ തകർക്കുന്നതായും ഡസൻ കണക്കിന് ടണൽ ഷാഫ്റ്റുകൾ തകർത്തതായിട്ടും അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കരസൈന്യം ഇപ്പോൾ ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ തങ്ങി വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അവിടുത്തെ കെട്ടിടങ്ങളും വലിയ കൂറ്റൻ ക്യാമ്പുകളും ടണലുകളും ഒക്കെ തകർക്കുകയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് യുദ്ധത്തിൽ ഇതുവരെ മരിച്ചവരുടെ ചില കണക്കുകളാണ്.
ഗാസ യുദ്ധത്തിൽ ഇതിനകം 21,000-ഓളം പേർ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം 1,300 പേരോളം ഇതിനകം മരിച്ചിട്ടുണ്ട്. ഇതിൽ 131-ഓളം ജവാന്മാരുണ്ട്. ഡിസംബർ 1 ഗാസ മുൻപിലെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം 2,000-ഓളം ഹമാസ് പ്രവർത്തകരെ ആക്രമണത്തിൽ ഗാസയിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുന്ന ഹമാസ് തീവ്രവാദികളുടെ ഭീകരവാദികളുടെ എണ്ണം 8,000-ഓളമായി. 21,000-ഓളം മരണങ്ങൾ ഗാസയിൽ നടന്നിട്ടുണ്ട് എങ്കിലും ഇതിൽ 8,000-ഓളം പേർ ഭീകരന്മാരാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. 8,000-ഓളമായിരിക്കുന്നു ഹമാസിന്റെ ആൾനാശം. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ അതിക്രമിച്ച് കടന്ന ഹമാസിന്റെ ഭീകരരെ 1,000-ഓളം പേരെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തിയിരുന്നു. ബാക്കി ഏകദേശം 2,500-ഓളം പേർ ആണ് ഹമാസ് പ്രവർത്തകർ അന്ന് രക്ഷപ്പെട്ട് ഗാസയിലേക്ക് തിരികെ മടങ്ങിയത്. ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെ 1,000-ഓളം ഹമാസ് ഭീകരർ അന്ന് ചാവേറുകളായിട്ട് മരിച്ചിരുന്നു. കിഴക്കൻ ഖാൻ യൂനിസിൽ യുദ്ധം തുടരുമ്പോൾ സൈന്യം അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാലാൾപ്പടയുടെ എണ്ണം 5 കോമ്പാറ്റ് ബ്രിഗേഡുകൾ ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ എഞ്ചിനീയർമാരുടെ എണ്ണം 3 ഇരട്ടിയാക്കി. ഇത് പ്രധാനമായിട്ടും ഹമാസിന്റെ ടെക്നിക്കലായിട്ടുള്ള വസ്തുക്കൾ പരിശോധിക്കുവാനും ബോംബുകൾ കണ്ടെത്തുവാനും ടണലുകൾ പരിശോധിക്കുവാനുമുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ ഇപ്പോൾ കിഴക്കൻ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അറിയിച്ചിരിക്കുന്നത് ഹരാരി ആണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവാണ് ഹരാരി. പത്രസമ്മേളനം നടത്തി ലോകത്തോട് മുഴുവൻ വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ്ബുള്ള തെക്കൻ ലെബനോനിലെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്ന സ്ഥിതിക്ക് തെക്കൻ ലെബനോനിലേക്കും ഇറാന്റെ ഭാഗങ്ങളിലേക്കും ആവശ്യമെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കും എന്നും ഈ വക്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ഹമാസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അൽ ജസീറ ടെലിവിഷൻ വഴിയാണ് ഹമാസിന്റെ പ്രതികരണങ്ങൾ സാധാരണ നിലയിൽ വരാറുള്ളത്. പതിവ് പോലെ അൽ ജസീറ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഹമാസ് നേതാക്കൾ പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇസ്രായേൽ സൈന്യം ഗാസ വിട്ട് പുറത്തു പോകണം, ഗാസയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകണം, ഗാസ തിരികെ നൽകണം. മാത്രമല്ല സമ്പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലായിരിക്കണം ഇസ്രായേൽ സൈന്യം നടത്തേണ്ടത്. യുദ്ധത്തിന് ശേഷവും ഇസ്രായേൽ സൈന്യം യുദ്ധം തുടരും എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതായത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ദികളെ ഞങ്ങൾ തിരികെ കൊടുക്കും, നിരുപാധികം അവർക്ക് ബന്ദികളെ തിരികെ കൊടുക്കാം. പകരം ഇസ്രായേൽ ജയിലുകളിൽ കിടക്കുന്ന തടവുകാരെ, പലസ്തീൻ തടവുകാരെ ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം ഗാസ വിട്ടു പോകണം, സമ്പൂർണ്ണമായിട്ടുള്ള ശാശ്വത വെടിനിർത്തൽ നടത്തണം. ഇതാണ് ഹമാസിന്റെ ആവശ്യം. ഹമാസിന്റെ നേതാക്കൾ പറയുന്നത് 1-2 ആഴ്ച വെടിനിർത്തൽ നടത്തിയാൽ ഇവർക്ക് ബന്ദികളെ തിരികെ നൽകും. ബന്ദികളെ തിരികെ നൽകിയാൽ വീണ്ടും അവർ യുദ്ധം ആരംഭിക്കും, ഗാസയെ നശിപ്പിക്കും, ഞങ്ങളുടെ ജനങ്ങളെ കൊന്നൊടുക്കും. അതുകൊണ്ട് ചെറിയ ഒരു യുദ്ധത്തിന്റെ ഇടവേളയോ വെടിനിർത്തലോ അല്ല വേണ്ടത്. സമ്പൂർണമായ സമാധാനം ഇസ്രായേലിൽ നിന്ന് ഹമാസ് നേതാക്കൾ യാചിക്കുകയാണ്. വെടിനിർത്തൽ സമ്പൂർണ്ണമായിട്ട് വേണം, പൂർണ്ണമായ യുദ്ധം നിർത്തണം എന്നാണ് ഹമാസ് പറയുന്നത്. ഇത്തരത്തിൽ ഇസ്രായേൽ ചെയ്തിട്ടില്ല എങ്കിൽ ബന്ദികളെ വിട്ടയക്കുകയില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഒക്ടോബർ 7 ആവർത്തിക്കും. ഇസ്രായേൽ ബന്ദി കാർഡ് ഞങ്ങൾ ഒരു ഉപകരണമായിട്ട് പുറത്തെടുക്കും, അവരുടെ ജനങ്ങളെ വീണ്ടും ഞങ്ങൾ നശിപ്പിക്കും, ഇസ്രായേലിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ഒക്ടോബർ 7 സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തുമെന്നും ഹമാസ് ഇപ്പോൾ അൽ ജസീറ ടെലിവിഷനിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഹാസി അഹമ്മദ് ആണ് അൽ ജസീറയോട് ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും വെല്ലുവിളിയാണ്. നിവർന്നു നിൽക്കുവാനുള്ള ശേഷിയില്ല, ത്രാണിയില്ല, സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള കഴിവില്ല. ഇസ്രായേൽ സൈന്യത്തോട് നേർക്കുനേർ നിന്ന് ഒരു യുദ്ധം, കരയുദ്ധം നടത്തുവാനുള്ള ഒരു ശേഷി പോലുമില്ല. എന്നിട്ടും ബന്ദികളെ ഒരു ഉപകരണമാക്കി ഹമാസിന്റെ ഉദ്യോഗസ്ഥർ അൽ ജസീറ വഴി പുതിയ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. വീണ്ടും ഇസ്രായേലിനെ നശിപ്പിക്കും, ഒക്ടോബർ 7 ഭീകരാക്രമണങ്ങൾ വീണ്ടും തുടരും എന്ന് പറയുന്നു. ഇതേസമയം ഇസ്രായേൽ പറയുന്നത് നേർക്കുനേർ വന്ന് അവർ യുദ്ധം ചെയ്യുന്നില്ല, അവർ കെട്ടിടങ്ങൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് കെണിയൊരുക്കി വെക്കുന്നു, ചാവേറുകളെ വിടുന്നു, അത്തരം രീതിയിലാണ് ആക്രമണം നടത്തുന്നത്. അവർ നേരിട്ട് വന്ന് കരയുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട് എങ്കിൽ
ഏകദേശം മണിക്കൂറുകൾ വെച്ച് ഗാസയിലെ എല്ലാ പ്രശ്നങ്ങളും വിഷയങ്ങളും അതോടെ അവസാനിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. വെല്ലുവിളിക്കുന്ന ഹമാസിനുള്ള മറുപടിയായിട്ടാണ് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നത്. നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുക, ഗാസയിലെ മണ്ണിലിറങ്ങി നേർക്കുനേർ നിന്ന് പോരാടുക. നേർക്കുനേർ നിന്നുള്ള പോരാട്ടം ഇല്ലാത്തതുകൊണ്ടാണ്, ഹമാസിനെ യുദ്ധക്കളത്തിൽ കാണാത്തതുകൊണ്ടാണ്, ഹമാസ് യുദ്ധത്തിന് വിളിച്ചിട്ടും ഹമാസ് വരാത്തതുകൊണ്ടാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നത്. കെട്ടിടങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ കൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നത്. ഹമാസ് യുദ്ധത്തിന് വരാത്തതും ഒരു കരയുദ്ധത്തിന് തയ്യാറാകാത്തതും തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നും അത്രമാത്രം ഭീരുക്കളാണ് ഹമാസ് ഭീകരന്മാർ എന്നും ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.